ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കൊല്ലം ക്യാമ്പാണ് എടുക്കാൻ പോകുന്നത്. ഞാനപ്പോ കാന്ത സിനിമ കണ്ടു. നല്ല പടമാണ്, ഞാൻ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തു, കുഴപ്പമില്ല, നല്ല പടമാണ്. അപ്പോൾ നിങ്ങളും പോയി കാണാം. 1:45 നമ്മുടെ ട്രെയിൻ വരുന്നത്. നമ്മളിപ്പോൾ 1:30 ആയിട്ടുണ്ട്. ഞാൻ അവിടെ 1 മണി തൊട്ട് 12:30 തൊട്ട് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് കൊല്ലത്തേക്ക് ഒരാൾ ലീവ് വന്നിട്ടുണ്ടെന്ന് ഉസ്താദ്. അപ്പോൾ ഇനി ട്രെയിൻ വരുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ നമുക്കിനി എന്തായാലും കൊല്ലത്ത് എത്തിയിട്ട് കാണാം. ഉറങ്ങാൻ അപ്പോ ഗൈസ് നമ്മള് കൊല്ലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോ സമയം 6 ഡിസംബറിന്റെ തണുപ്പ്. നവംബർ മാസത്തിൽ ഉറങ്ങാൻ പറ്റിയ നമ്മള് ഭക്ഷണം ക്ലാസ്സിലെത്തിയിട്ടാണ്. ഓറ ബോക്സിങ്ങിന്റെ കൊല്ലത്ത് വെച്ചുള്ള ക്യാമ്പ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആൾക്കാർ പൊതുവെ കുറവാണ്, എന്നാലും നമുക്ക് ക്യാമ്പ് എത്താം. ഒരു ദിവസം നമ്മൾ 30 മൂവ്മെന്റ് ആണ് പഠിക്കുക. ഒരു ദിവസം ഒരു 30 പ്രാവശ്യമെങ്കിലും ചെയ്യാൻ നോക്കുക. നമ്മൾ പരസ്യത്തിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്താൻ തോന്നണമെങ്കിൽ ഇപ്പൊ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം. വന്നിട്ടേ ഇല്ല. അല്ല, നമ്മള് എനിക്ക് താല്പര്യമുള്ള ആൾക്കാരോട് ക്ലാസ് എടുക്കാനല്ലോ കൂടുതൽ ഇഷ്ടം. ഈ ചിലവര് വരും, പല മാർഷൽ ആർട്സുകൾ പഠിക്കുന്നവര്, അവർക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരടക്കം നമ്മുടെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. ഇതിലിപ്പോ ആകെ കൂടിയിട്ട് ഇപ്പൊ ഒരു 1500 ആൾക്കാർ വന്നിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ആകെ കൂടിയിട്ട് 3 പേരാണ് നമ്മുടെ ഉള്ളത്. ഈ 3 പേര് പോകാനുള്ള കാരണം പറഞ്ഞുതരാം. ഒരാൾക്ക് ഒരു ടെന്നീസ് എൽബോന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ആൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആള് കൊല്ലം ക്യാമ്പിൽ തന്നെയായിരുന്നു, ഇവിടെയല്ല, പുനലൂര്. പിന്നെ ഒരാള് ഒരു പയ്യൻ നിർത്തി പോയിട്ടുണ്ടായിരുന്നു. അയാൾ വിചാരിച്ചത് ബോക്സിങ് എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അവന്റെ അച്ഛനാണ് അച്ഛൻ ഏൽപ്പിച്ചത്. അപ്പൊ സാധാ ബോക്സിംഗ് ആണ്, റിങ്ങിൽ ഇറങ്ങാൻ ഇടി കൂടാം, ജയിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ള ഒരു പയ്യനാണ് പിന്നെ നിർത്തി പോയത്. പിന്നെ ഒരു പയ്യന് വന്നിട്ട് വേറൊരു മാഷ് ഈ മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഡേഞ്ചറാണ്. ഇവനെ എങ്ങനെ പറഞ്ഞു വിടാന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവൻ എന്നോട് വെല്ലുവിളിക്കുക, അങ്ങനെ വെല്ലുവിളിയോട് വെല്ലുവിളി, ഫൈറ്റ് ചെയ്യുക എന്നുള്ളത്. അവൻ ഫൈറ്റ് ചെയ്തിട്ട് അവനെന്തെങ്കിലും പറ്റിയാലും ഒക്കെ നമുക്കെല്ലാം ഇഷ്യൂ വരിക. ക്ലാസ്സിൽ വന്നിട്ടാണ്. അപ്പൊ ഇവൻ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ അന്ന് നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞു വിട്ടു. ഇങ്ങനെ 3 പേരാണ് നമ്മുടെ ഇതിൽ പോയിട്ടുള്ളത് കേട്ടോ. അല്ലാത്ത ആൾക്കാരും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമുക്ക് പണി വന്നേ ഭയങ്കര വെല്ലുവിളിയാ. അതിന് കാരണം കൊടുത്തു വിടുന്നതാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് അത് വന്നത്. അല്ല, അവന് എന്താണെന്നറിയോ, ഇവനെ ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് മാഷ് വിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ടീമിനെ, അല്ലെങ്കിൽ അവന്റെ കണ്ണൊക്കെ വേറെ ടൈപ്പാണ്, നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലോ. നമ്മുടെ മുഖത്തേക്കൊന്നും നേരെ നോക്കില്ല. പക്ഷെ ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറുള്ള ഇടിയാണ്.
എൻ്റെ പേര് അഭിജിത്ത്, തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇന്ന് ഓറോബോക്സിൻ്റെ 6ാമത്തെ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ക്യാമ്പ് തുടങ്ങുമ്പോഴുള്ളതിനെക്കാട്ടും വളരെയധികം വ്യത്യാസം, കോൺഫിഡൻറ്റ് ബിൽഡ് ആയിട്ടുണ്ട്. നമ്മളിത് പെട്ടെന്ന് പഠിക്കാം എന്നുള്ളൊരു രീതിയിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഓറോബോക്സിങ് തിരഞ്ഞെടുത്തത്. ഒരു എളുപ്പത്തിൽ പഠിക്കുന്ന ഒരു രീതിയായിരുന്നു അത്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഡെഡിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 6ാമത്തെ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കോൺഫിഡൻ്റ് ആണ്. ഒരുപാട് അന്നത്തേനെക്കാട്ടും ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ആയിട്ടുണ്ട്. താങ്ക്സ് ടു മാസ്റ്റർ പ്രതീഷ് കൃഷ്ണ സാർ. അഹമ്മദ് ഹാജി എന്നാണ്. ഞാൻ ഈ ഒറാബോക്സിനെ പറ്റി അറിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കണ്ടപ്പോൾ ഒരു ആഗ്രഹമായി. കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഏതെങ്കിലും മാർഷൽ ആർട്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അഭ്യാസം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇവിടെ വന്ന് സാറുമായിട്ട് പരിചയപ്പെട്ടത്. അപ്പം ഇന്നത്തെ ഒരു ക്യാമ്പ് ഞങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തീർത്തും മനസ്സിലായ ഒരു കാര്യം, ഏത് പ്രായക്കാർക്കും എത്ര വലിയ പ്രായമുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഊർജ്ജം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേദി പങ്കിട്ട് ഇവരുടെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു 4-5 പേരെ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു കോൺഫിഡൻറ്റ് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഇത് ഈ 6 ക്യാമ്പ് കഴിയുമ്പോൾ തീർത്തും നല്ലൊരു അഭ്യാസം എനിക്ക് തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നു. എല്ലാ രീതിയിലും സന്തോഷമാണ്. ഇനി തുടർന്ന് ഇതിനോടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന്. ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത്. ഓറ ബോക്സിങ്ങിൽ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് വളരെ ഇഷ്ടമായി ഈ കോഴ്സ് ചെയ്യുന്ന രീതി, സാറ് പഠിപ്പിക്കുന്ന രീതി. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്ത് ശരിക്കും സ്ത്രീകൾ ഇത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരുപാട് ആവശ്യമൊക്കെ വരും. അപ്പോഴൊക്കെ നമുക്ക് ഒരു സെൽഫ് ഡിഫെൻസിന് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ മറ്റ് മാർഷൽ ആർട്സിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കി എടുക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം, എൻജോയ് ചെയ്തിട്ട് പഠിച്ചെടുക്കാം, സ്ട്രെസ് ഫ്രീയും ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ വ്യത്യസ്തമാക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആദ്യത്തെ ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് ഒരുപാട് വ്യത്യസ്തതയുണ്ട് ഇതിന് എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ സ്ത്രീകളൊക്കെ ഇതിനെ മുന്നോട്ട് വരണം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 5 മണി ആയിട്ടുണ്ട്. നമ്മൾ 5:30 വണ്ടി. അപ്പോൾ നമുക്കിനി എന്തായാലും ഒരു ചായ കുടിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കൊല്ലം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. 5:30 നമ്മുടെ വണ്ടി. നമുക്ക് പ്ലാറ്റ്ഫോം 1, 2 ആണോ 3 സംശയമാണ്. നമുക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കി വേണം നിൽക്കാൻ. നമ്മുടെ ട്രെയിൻ 16:16 അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ എത്തും എന്ന് വിചാരിക്കാൻ ഓർക്കണം. നാളെ തൃശ്ശൂർ ക്യാമ്പാണ്. ഇപ്പോൾ കുഴപ്പമില്ല, വീട്ടിൽ പോകാൻ വീണ്ടും തൃശ്ശൂർ വരിക, അതന്നെ നമ്മുടെ പണി. അപ്പം നമുക്ക് എന്തായാലും ട്രെയിൻ വരുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിൻ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ S2ലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ഗൈസ്, അപ്പോ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങാണ്ടിരിക്കാൻ പറ്റാൻ ശ്രമിച്ചു, പക്ഷെ ഉറങ്ങിപ്പോയി. അപ്പോ ഇതോടെ നമ്മുടെ കൊല്ലം ക്യാമ്പിന്റെ ബ്ലോഗ് അവസാനിക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇതൊരു തൃശ്ശൂർ ക്യാമ്പാണ്. അപ്പോൾ ഓരോ ബോക്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ വ്ളോഗുമായി കാണുന്നവരെ ബൈ ബൈ.